പാവല്ലേ, അതിന്റെ കൈയുണ്ടോ? എന്താണ് ഒരു നാര് പോലെ അതില്? അതിന്റെ മുള്ളുണ്ടാവില്ലേ അതേരം. അത്ര വലുതോ? വലിയ തേനീച്ചല്ലേ, നമ്മളെ നാടത്തെ തേനീച്ചല്ലല്ലോ. അപ്പൊ നമ്മൾ ഈ തേനീച്ച കുത്തി കഴിഞ്ഞാൽ തന്നെ അതിന്റെ നാരെന്തോ എടുത്ത് കളയണമെന്ന് പറയില്ലേ. ഇതിന് വലുതേക്കാരേ. ഈ ചെറുക്കന്മാരപ്പം ട്രിപ്പ് പോകണ്ടോ? നമ്മക്ക് പോണ്ട, ചെറുക്കന്മാരെ ഞമ്മക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നിരോധിത മേഖലയ്ക്ക് എടുക്ക പൊയ്ക്കാണ്. ഐ മീൻ പോവാൻ പാടില്ല എന്ന് പറഞ്ഞോടത്തേക്ക് പോലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളതിനെ ഇറങ്ങിയല്ലോ. ചെറുക്കന്മാരപ്പം പോകുമ്പോ മറ്റേ ഗുണാക്കേവ് ചാടിയില്ലേ, അതേപോലെ എടുത്ത് ഒരേരം അങ്ങോട്ട് പോവാനുള്ളത്. അതുകൊണ്ട് ഈ ചെറുക്കന്മാരപ്പം പോകണ്ട. ഹിബ നസ്രി അമ്പടി, നീ ആള് കൊള്ളാലോ. അബ്ദുറഹ്മാൻ ഹായ്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സംസാരിച്ചാൽ പോരെ? അങ്ങനെ സംസാരിച്ചാൽ ഞങ്ങൾക്ക് പൈസ ഇട്ടൂലല്ലോ. ഞങ്ങൾക്ക് ഇത് പൈസ ഇട്ടൂലേ? എങ്ങനെയുണ്ട്? അയ്യോ, ഹിബനെ നേരത്തെ ആരോ ചോദിച്ചിരുന്നല്ലോ എനിക്ക്. നീ എന്താ നേരത്തെ കഴിഞ്ഞ ഹിബ? ഹിബനെ ചോദിക്കേ, ഇവർക്ക് ഫാൻസ് ഉണ്ട്. അവൾക്ക് നല്ല ഫാൻസ് ബേസ് ഉണ്ടേ. അത് കോഴിക്കോട് വരെ ഉണ്ട് അവൾക്ക് ഫാൻസ് പറഞ്ഞത്. അതെ, ഓൾ കേരളയാണ്. ആൾക്കാര് പോരല്ലേ, 100, 200 ആൾക്കാർ ഇങ്ങനെ ഇതാക്കിയതായിരുന്നു. നിങ്ങളെ സംസാരം വിറ്റ് കാശാക്കണോ? അതിനിപ്പോ നമ്മൾ ഒറ്റക്ക് സംസാരിച്ച് നമുക്ക് അതിനൊന്നും കിട്ടാൻ പോണില്ല. ഇത് സംസാരിച്ച് നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പൊ ഏതാ നല്ലത്? ഫാൻസ് ഉണ്ട്, ഞാൻ പോയി ഒരു ചാനൽ തുടങ്ങട്ടെ. നല്ല തീരുമാനം. ഹിബ ഫാൻസ് കുവൈറ്റ് ഘടകം. സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ മൂപ്പരന്നെ തോന്നുന്നുണ്ട് കേട്ടോ. കേരളത്തിന്റെ പുറത്തും ഫാൻസ് ഉണ്ട്. ആർക്ക് ലൈഫ് അല്ലേ ഹിബ? അന്റെ ലൈഫ് വെറും തീ. ഫ്ലൈം വിത്ത് മീ ഷിഹാബ്. റിയാസ് ഹായ്, സുഖം. സന്തോഷം. 100, 200 ആൾക്കാരെ അമ്മാനെ മാടിയിരുന്ന ലൈവാണ് പറഞ്ഞത്. എടാ 2 ലൈക്കേ. മേച്ചം. ഡോളറുകൾ കുന്നുകൂടി. എനിക്ക് ലൈവിൽ വരാൻ ഇതുപോലെ ആളില്ല. എടി എനിക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാൻ റെഡിയാണ് പറഞ്ഞത്. അത് നല്ല തീരുമാനം കേട്ടോ. ആണോ? താങ്ക് യു. നിന്റെ ഒരു വിളിക്കാൻ ഞാൻ കാതോർത്തിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഹിബ ഒരു ചാനൽ തുടങ്ങുക, എന്നിട്ട് ഹിബ ലൈവ് ഇടുക. ഇനി വിളിക്കുക, ഇജ്ജ് ഗസ്റ്റ് ആയിട്ട് പോവുക, ഇജ്ജ് ലൈവ് ഇടുക, ഓള് ഗസ്റ്റ് ആയിട്ട് വരിക. അതെ, ഡെയിലി 2 ലൈവ്. നാളെ മുതൽ ഹിബന്റെ ലൈവിൽ. അമ്മടി, നാളെ ഹിബന്റെ ലൈവ് കത്തും. കമന്റ് ബോക്സ് കത്തും. കേരളം നിന്ന് കത്തും പറഞ്ഞത്. 21 ആൾക്കാരുടെ 4 ലൈക്ക് കേട്ടോ. അപ്പൊ അനക്ക് സുഖായി. ഇന്നോടാ? ഇൻകാണോ? ആരോടാ പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായില്ല. പോരട്ടോ, നമ്മളെ റീച്ച് പോയി വന്നിട്ടല്ലേ? പിന്നെ നമ്മളെ റീച്ച് ഓൻക്ക് അങ്ങനെ. നസീമ നസി ഹായ്. ഈ പുതിയ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേ. നമ്മളങ്ങനെ പറയാറില്ലല്ലോ. അങ്ങോട്ട് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് വിട്ടിക്കല്. അയ്യോ ലൂസേന്ന്. താങ്ക്സ്. ജയകുമാറോ? ജയന്നില്ലേ? ജയ അല്ലേ വരിക? ചിലപ്പോ ജയാ നേരം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടല്ലേ. ഫൈനൽ ബോസ്. എടാ ഹിബണ്ടടാ, എംകിങ് ഹിബണ്ടടാ. ഹക്കീം അബ്ദുൽ ഹായ്. ഇജ കുറച്ച് ദിവസമായിട്ട് അതാണടി. എന്ത് തിരക്കായി പോയിടി. ഹക്കീം 5ാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ടോ? താങ്ക്സ്. ബോഡി ഗാർഡിനെ മാറ്റാനായി. മാറ്റേണ്ടി വരും. ആപ്ലിക്കേഷൻസ് പുതിയത് ക്ഷണിച്ചു തുടങ്ങണം. അതെ, ടെൻഡർ വിളിക്കണം ലൈവിൽ കയറാൻ. എനിക്ക് കാണാം ഹിബ ഉണ്ടോ ഇല്ലയോ എന്ന്. അത് ഞാൻ കാണാൻ പറ്റണത്. അമ്പടി ഫൈനൽ ബോസ് ആരാതെ? എന്തായിരുന്നു അവന്റെ മറ്റേ ട്രൈബൽ ഷെഫ് ആണോ അത്? ഇത് ആരാ? അത് ബ്രദർ. നിങ്ങൾക്ക് ഞാൻ സിസ്റ്റർ ആയിട്ട്